السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, ഇന്നത്തെ തർബിയ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലും പിൻപറ്റലുമാണ് യഥാർത്ഥ സ്നേഹം എന്ന വിഷയമാണ് നാം ഇന്ന് ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലും പിൻപറ്റലുമാണ് യഥാർത്ഥ സ്നേഹം. ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നവരാണ്, നാം ഓരോരുത്തരും പറയുന്നവരാണ്. പക്ഷേ ആ നബിയെ യഥാർത്ഥ രീതിയിൽ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്? എങ്ങനെ സ്നേഹിച്ചാലാണ് നബി തിരിച്ച് നമ്മെ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുക എന്നതിനെപ്പറ്റി പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞതുകൊണ്ട് മാത്രമോ, അതല്ലെങ്കിൽ 10 സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട് മാത്രമോ, അതില്ലെങ്കിൽ മറ്റ് രീതിയിൽ ചില സ്നേഹ പ്രകടനങ്ങൾ കാണിച്ചതുകൊണ്ടോ മാത്രം സ്നേഹമായി തീരും എന്നാണ് നാം ധരിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റായ ചിന്തയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ആ വിഷയം ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. നബിയെ അനുസരിക്കലും പിൻപറ്റലുമാണ് യഥാർത്ഥ സ്നേഹം. നബിയെ അനുസരിക്കലും, അതായത് എന്തെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നും കൊണ്ടുവന്ന് നമുക്ക് നൽകിയിട്ടുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ടോ, അതിനെ അനുസരിക്കലും ആ നബിയെ പരിപൂർണമായ രീതിയിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പിൻപറ്റലുമാണ് ആ നബിയോടുള്ള യഥാർത്ഥ സ്നേഹം. അതിനോടൊപ്പം നമ്മൾ മറ്റ് പല രീതിയിൽ നബിയോടുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു. നബിയുടെ മദ്ഹ് നമ്മൾ പറയുന്നു, പാടുന്നു, നമ്മൾ അതുമായി ബന്ധപ്പെട്ട മജ്ലിസുകൾ ഒരുമിച്ച് കൂട്ടുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സ്നേഹം പരിപൂർണമാകുന്നത്. ഇവിടെ ഏതാനും ചില ഖുർആൻ ആയത്തുകൾ നമ്മൾ ഇവിടെ പരാമർശിക്കാൻ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
നിരക്ഷരർക്കിടയിൽ അവരിൽ നിന്നു തന്നെ ദൂതനെ നിയോഗിച്ചത് അവനാണ്, അതായത് അള്ളാഹുവാണ്. അദ്ദേഹം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നു, അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവരെ ഓതിക്കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അവരിൽ നിന്നും മോശപ്പെട്ട സ്വഭാവങ്ങൾ, വെറുക്കപ്പെട്ട അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്വഭാവ ഗുണങ്ങൾ, അതൊക്കെ മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്നു. അദ്ദേഹം അവർക്ക് അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നു, അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദവും തത്വജ്ഞാനവും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും നീ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ നേർമാർഗത്തിലേക്കാണ് വഴി നടത്തുന്നത്. സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹം തോന്നിയ പോലെ സംസാരിക്കുന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിയ പോലെ സംസാരിക്കുന്നുമില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, ഈ സന്ദേശം അദ്ദേഹത്തിനു നൽകപ്പെട്ട ദിവ്യബോധനം മാത്രമാണ്. ഈ വഹി, ഈ ഖുർആൻ. സൂറത്തുൻ നിസാ 113-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മഹ, അല്ലാഹു നിനക്ക് വേദപുസ്തകവും യുക്തിജ്ഞാനവും ഇറക്കിത്തന്നു. സൂറത്തുൽ ഫത്ഹ് 29-ാമത്തെ ആയത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്. അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളോട്, അതായത് സഹാബാക്കളുടെ ഗുണമാണ് പരാമർശിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളോട്, അദ്ദേഹത്തിനോട് ഒപ്പമുള്ള സഹാബാക്കൾ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്, അദ്ദേഹത്തോടൊപ്പമുള്ളവർ സഹാബാക്കൾ സത്യനിഷേധികളോട് കാർക്കശ്യം കാണിക്കുന്നവരാണ്, പരസ്പരം കാരുണ്യത്തോടെ പെരുമാറുന്നവരും, അതായത് സത്യനിഷേധികളോട്, സത്യത്തിൻ്റെ ശത്രുക്കളോട് കാർക്കശ്യമുള്ളവരാണ്, അവരുടെ വിഷയത്തിൽ കടുപ്പമുള്ളവരാണ്. എന്നാൽ മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവരോടോ വളരെ വിശാല മനസ്കരും വളരെ മയമുള്ളവരും ആണവർ, കാരുണ്യത്തോടെ പെരുമാറുന്നവരും ആണവർ. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും പ്രതീക്ഷിച്ച്, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും പ്രതീക്ഷിച്ച് അവർ നമസ്കരിക്കുന്നവരും, അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും പ്രതീക്ഷിച്ച് അവർ നമിക്കുന്നവരും, റുക്കഅൻ സുജ്ജദൻ, നമിക്കുന്നവരും സാഷ്ടാംഗം പ്രണമിക്കുന്നതും നിനക്കു കാണാം. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ സിഫാത്ത്, അവരുടെ ഗുണമാണ് അല്ലാഹു പരാമർശിച്ചിരിക്കുന്നത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ആരാണ് സഹാബാക്കൾ, എങ്ങനെയുള്ളവരാണ് സഹാബാക്കൾ, നമ്മൾ മനസ്സിലാക്കുക.
മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ്. വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ളവർ. അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് കാർക്കശ്യം കാണിക്കുന്നവരാണ്. അശിദ്ദാഉ കടുപ്പം, കാർക്കശ്യം. അലൽ കുഫാർ സത്യനിഷേധികളോട്. റുഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യത്തോടെ പെരുമാറുന്നവരും. റുഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യത്തോട് പെരുമാറുന്നവരും. തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ, അല്ലാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും പ്രതീക്ഷിച്ച് അവർ നമിക്കുന്നതും സാഷ്ടാംഗം പ്രണമിക്കുന്നതും നിനക്കു കാണാം. തറാഹും, നിനക്ക് കാണാം. ആരെ? അവരെ. ആരെ? സഹാബാക്കളെ. റുക്കഅൻ, നമിക്കുന്നതും, സുജ്ജദൻ, സാഷ്ടാംഗം ചെയ്യുന്നവരും. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും പ്രതീക്ഷിച്ച് കൊണ്ട്. ഇതാണ് സഹാബാക്കൾ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഗുണമാണ് ഇത് അള്ളാഹു പറഞ്ഞത്. സൂറത്തു സബ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നു, വമാ അർസൽനാക ഇല്ലാ കാഫ്ഫതൻ ലിന്നാസി ബശീറൻ വനസീറാ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യർക്കാകമാനം ശുഭവാർത്ത അറിയിക്കുന്നു. മനുഷ്യർക്കാകമാനം ശുഭവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. പക്ഷേ ഏറെ പേരും അതറിയുന്നില്ല. വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുന്നു, وما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. മുഹമ്മദ് നിങ്ങളിലെ പുരുഷന്മാരിൽ ഒരാളുടെയും മുഹമ്മദ് നിങ്ങളിലെ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല, മറിച്ച് അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണ്. അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ അവസാനത്തെയാളും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. സൂറത്തു ആലു ഇമ്രാൻ 159 അള്ളാഹു പരാമർശിക്കുന്നു, فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. അള്ളാഹുവിൻ്റെ കാരുണ്യം കാരണമാണ് നീ അവരോട് സൗമ്യനായത്. നീ പരുഷ പ്രകൃതനും കഠിന മനസ്കനുമായിരുന്നെങ്കിൽ, അള്ളാഹു നബിയോട് പറയുകയാണ്, അതായത് ആ സഹാബാക്കൾ, താങ്കളുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ താങ്കളുമായിട്ട് സഹകരിക്കുന്നത്, താങ്കളെ സ്നേഹിക്കുന്നത്, താങ്കളുടെ അടുത്ത് ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് താങ്കളുടെ ഈ ഗുണവും ഈ സിഫാത്തും
ഇതിൻ്റെയൊക്കെ പേരിലാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കാരണമാണ് താങ്കൾ അവരോട് സൗമ്യനായത്. താങ്കൾ പരുഷ പ്രകൃതനും കഠിന മനസ്കനുമായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റിനും അവരൊക്കെയും താങ്കളുടെ ചുറ്റുനിന്നും അവരൊക്കെയും പിരിഞ്ഞു പോകുമായിരുന്നു. അതിനാൽ താങ്കൾ അവർക്ക് മാപ്പേകുക, അവരുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുക. അങ്ങനെ താങ്കൾ തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. തീർച്ചയായും അള്ളാഹു തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ അംബിയ 107 ആയത്തിൽ അള്ളാഹു പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്കാകെ അനുഗ്രഹമായല്ലാതെ താങ്കൾ നാം അയച്ചിട്ടില്ല. ഇത്രയും ആയത്തുകൾ ഇവിടെ പരാമർശിച്ചത് എത്ര മനോഹരമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനെക്കാട്ടിയും വലിയ മദ്ഹ് വേറെ ഇവിടെയില്ല. ഇനി നമുക്ക് ഹദീസ് പരിശോധിക്കാം. عن أبي هريرة رضي الله عنه قال عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم مثلي ومثل الأنبياء كمثل قصر أحسن بنيانه ترك منه موضع لبنة فطاف به النظار يتعجبون من حسن بنيانه إلا موضع تلك اللبنة لا يعيبون سواها فكنت أنا سددت സഹീഹ് ബുഖാരി മുസ്ലിം. എൻ്റെയും മറ്റു പ്രവാചകന്മാരുടെയും ഉദാഹരണം നബി തങ്ങൾ പറയുകയാണ്, എൻ്റെയും മറ്റു പ്രവാചകന്മാരുടെയും ഉദാഹരണം ഒരാൾ ഒരു കൊട്ടാരം പണിതതുപോലെയാണ്. അയാൾ അത് അതീവ സുന്ദരമായി പണിതുയർത്തി. എന്നാൽ അതിൻ്റെ ഒരു മൂലയിൽ ഒരു ഇഷ്ടികയുടെ സ്ഥാനം മാത്രം ഒഴിച്ചിട്ടു. ആളുകൾ ആ കെട്ടിടത്തിന് ചുറ്റും നടന്നു നോക്കുകയും ചെയ്തു. എന്നാൽ അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, ആ ഒരു ഇഷ്ടിക കൂടി അവിടെ വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. മനോഹരമായൊരു കൊട്ടാരം. ആൾക്കാർ ഇങ്ങനെ അതിനെ ചുറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഇഷ്ടികയുടെ സ്ഥലം മാത്രം ബാക്കിയായപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇതും കൂടെ ഒന്ന് ഫില്ല് ചെയ്തിരുന്നെങ്കിൽ എത്ര മനോഹരമായേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉദാഹരണം പറഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഇഷ്ടിക ഞാനാണ്, ഞാൻ പ്രവാചകന്മാരുടെ പരമ്പര പൂർത്തിയാക്കിയവനുമാണ്. സഹീഹ് ബുഖാരി മുസ്ലിം ഇൽ വന്ന ഹദീസാണ്. ഇനി അടുത്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാഹ്യ സൗന്ദര്യത്തെ സംബന്ധിച്ചാണ്. وعن علي رضي الله عنه قال كان رسول الله صلى الله عليه وسلم ليس بالطويل ولا بالقصير ضخم الرأس واللحية شأن الكفين مشرب حمرة ضخم الكراديس طويل المسربة إذا مشى تكفى تكفيا كأنما ينحط من صبب لم أرى قبله ولا بعده مثله. സുനൻ തിർമിദി. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിൻ്റെ റസൂൽ
ലൈസ ബിത്തവീലി വലാ ബിൽ ഖസീർ, അമിതമായി ഉയരമുള്ളവരോ കുറിയവരോ ആയിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തിരുശിരസ് വലിപ്പമുള്ളതും താടിരോമങ്ങൾ ഇടതൂർന്നതുമായിരുന്നു. അവിടുത്തെ ശിരസ് വലിപ്പമുള്ളതും താടിരോമങ്ങൾ ഇടതൂർന്നതുമായിരുന്നു. ഉള്ളം കൈകളും പാദങ്ങളും മാംസളമായിരുന്നു. അല്ലാഹു അക്ബർ. ആ ഒരു ബാഹ്യമായ ആ ഒരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സങ്കല്പിക്കുക, നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക, കണ്ണിൻ്റെ മുമ്പിൽ ആ രൂപം കൊണ്ടുവരിക. ചുവപ്പ് കലർന്ന വെളുത്ത നിറമായിരുന്നു അവിടുത്തേത്. അസ്ഥികളുടെ സന്ധികൾ വലിപ്പമുള്ളതായിരുന്നു. ശക്തമായ ശരീരപ്രകൃതം. അസ്ഥികളുടെ സന്ധികൾ വലിപ്പമുള്ളതായിരുന്നു. അതായത് അത് ശക്തമായ ശരീരപ്രകൃതി ആയിരുന്നു. അത് ശക്തമായൊരു ശരീരത്തിൻ്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നെഞ്ചു മുതൽ പൊക്കിൾ വരെ നീളത്തിൽ നേർത്ത രോമവളർച്ച ഉണ്ടായിരുന്നു. ലൈറ്റായിട്ടുള്ള രോമവളർച്ച നെഞ്ചു മുതൽ പൊക്കിൾ വരെ ഉണ്ടായിരുന്നു. നടക്കുമ്പോൾ ഒരു കുഞ്ഞിറങ്ങി വരുന്നത് പോലെ മുന്നോട്ട് ആഞ്ഞ് ഗാംഭീര്യത്തോടെയാണ് അവിടുന്ന് നടന്നിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടുത്തേക്ക് മുൻപോ ശേഷമോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു അക്ബർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുമ്മ ബാരിക് വസല്ലിം അലൈഹി. എത്ര മനോഹരമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവും വർണ്ണിച്ചിരിക്കുന്നു. ഹദീസിലും നബിയുടെ വർണ്ണന. സഹോദരങ്ങളെ, നാം നമ്മുടെ മാതൃക ആ നബിയെ നമ്മൾ ആക്കണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. അത് ബാഹ്യമായ അവസ്ഥയായിരുന്നാലും ആന്തരികമായ അവസ്ഥ, സ്വഭാവമായിരുന്നാലും ആരാധനയായിരുന്നാലും ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകളായിരുന്നാലും ബാഹ്യമായ വേഷവിധാനമായിരുന്നാലും അഥവാ നിർബന്ധമല്ലാത്ത കാര്യത്തെപ്പോലും ചെയ്താൽ നല്ലത് ഉപേക്ഷിച്ചതുകൊണ്ട് പാവമോ കുറ്റമോ ആക്ഷേപമോ ഒന്നുമില്ല. എങ്കിൽ പോലും സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ നമ്മൾ സ്വീകരിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഭയപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുക. ആ നബിയെ നമ്മൾ നമ്മുടെ റോൾ മോഡലാക്കാതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു ജല്ല ജലാലുഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രീതിയിൽ സ്നേഹിക്കാൻ, പിൻപറ്റാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.